ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻകറി ഉണ്ടാക്കിയാലോ? എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. നമ്മൾ ഇവിടെ സാധാരണയായിട്ട് കൂടുതലും കുടംപുളിയിട്ട മീൻകറിയാണ് ഉണ്ടാക്കാറ്. തേങ്ങ അരച്ച മീൻകറി വളരെ കുറവാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയുള്ളി കിട്ടാൻ ഇവിടെ പാടാണ് കേട്ടോ. പിന്നെ കുറച്ച് കുടംപുളി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ, അതിൻ്റെ ഓറ പെട്ടെന്ന് ഇറങ്ങും. പിന്നെ അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെക്കുക. പിന്നെ പച്ചമുളക് അരിയുമ്പോൾ നമ്മൾ നടുവെ പൊളന്ന്, അതായത് അറ്റം വെടിയിക്കാതെ, ഇപ്പോൾ വെടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ അരിഞ്ഞ് വെക്കുക. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഞാൻ ചതച്ചാണ് ഇടാറ്, കാരണം ഇവിടെ മക്കൾക്കൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുക. ചെറിയുള്ളി നല്ല രീതിയിലൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതെല്ലാം കൂടി ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. നമ്മളിവിടെ അധികം മീൻ അങ്ങനെ വാങ്ങാറില്ല, കാരണം മീനിനോട് പിള്ളേർക്കൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങും, ചിലപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇടുക. മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നിട വരെ അത് ഇളക്കുക, ചെറിയ തീയിലിട്ട് ഇളക്കുക, അതല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടും. ചിലർ മല്ലിപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. മീൻകറി വെക്കുമ്പം നമ്മൾ മല്ലിപ്പൊടി ഇല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അത് നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുടംപുളി, നമ്മൾ പറഞ്ഞല്ലോ ചൂടുവെള്ളത്തിലിട്ട് വെച്ച കുടംപുളി കൂടെ ആഡ് ചെയ്യുക. അതും കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം മീനൊക്കെ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ തിളച്ച് വന്ന ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. എനിക്കൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചതിലും മീനിൻ്റെ അളവ് കൂടുതലുണ്ടായിരുന്നു. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പുറത്ത് ചാടി. എന്തൊക്കെയായാലും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. മീൻകറി എപ്പോഴും പിറ്റേ ദിവസത്തേക്കാണ് നല്ലത് കേട്ടോ.